പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ വിധി ഈ മാസം 17-ന്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 22 തോണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. 2023 മെയ് 10-നായിരുന്നു കേരളത്തിനെ നടുക്കിയ സംഭവം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെട്ടത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശി സ്കൂൾ അധ്യാപികമായ സന്ദീപാണ് കേസിൽ പ്രതി. കാലിലേറ്റ മുറിവ് ചികിത്സിക്കാൻ പൂയപ്പള്ളി പോലീസ് കൊണ്ടുവന്ന പ്രതി സന്ദീപ് വന്ദനദാസിനെ സർജിക്കൽ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിൽ വിധി ഈ മാസം 17-നാണ് പറയുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വന്ദന ദാസ് കൊലക്കേസിൽ വിധി പറയുന്നത്. കേസിൽ 70-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചിരുന്നത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഒക്കെ ഹാജരാക്കിയിട്ടുണ്ട്. 2023 മെയ് 10-നായിരുന്നു കേരളത്തെ നടുക്കിയ ഈ ഒരു സംഭവം ഉണ്ടായത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെടുന്നത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ സന്ദീപാണ് ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ളത്. സന്ദീപ് ഇത്തരത്തിൽ കാലിലേറ്റ ഒരു മുറിവ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പൂയപ്പള്ളി പോലീസ് കൊണ്ടുവന്ന പ്രതിയായിരുന്നു സന്ദീപ്. ഇതേ തുടർന്ന് സന്ദീപ് വന്ദനദാസിനെ സർജിക്കൽ കത്തി കൊണ്ട് കുത്തിയാണ് കൊലപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു കേസിലാണ് ഇപ്പോൾ കേരളത്തെ നടുക്കിയ ഒരു കേസ് തന്നെയാണ്. ഈ ഒരു കേസിലാണ് ഇനിയിപ്പോൾ വിധി ഈ മാസം 17-ന് പറയുക. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത്. 70-ലധികം സാക്ഷികളെ വിസ്തരിച്ച ഒരു കേസാണത്. ഇപ്പോൾ വിധി പറയാൻ പോവുകയാണ്. ഈ മാസം 17-നാണ് വിധി പറയുന്നത്. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും 2023 നടന്ന ഈ ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഈ മാസം 17-ന് നടക്കുക.